ആടാ മക്കളെ, നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അവന് ഫോഴ്സ് ഫീൽ ചെയ്യും, അല്ലേ? അത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇപ്പോൾ ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വിചാരിക്കുക. ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്, വിച്ച് ക്യാരീസ് കറന്റ് ഐ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരു കണ്ടക്ടറാണ്. ഞാനിങ്ങനെ അത് ആക്സസ് വരച്ചെന്നേ ഉള്ളൂ. ഇതിലൂടെ ഐ കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇലക്ട്രോൺ അങ്ങോട്ടാണ് കറണ്ട് ഒഴുകണമെങ്കിൽ ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാന്ന് അർത്ഥം, അല്ലേ? ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാന്നാണ് അർത്ഥം. എനിക്ക് കേട്ടോളെ, സപ്പോസ് എവിടെ ആ കറണ്ട് ക്യാരി ചെയ്യണ കണ്ടക്ടർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് സപ്പോസ് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നിങ്ങൾ എഴുതണ്ട, ഹെഡിങ് എഴുതി വെച്ചോളൂ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. എഴുതി വെച്ചോളൂ. AB is a current carrying conductor of current I. Okay? There is a magnetic field B existing in that region. Theta is the angle between magnetic field and direction of the current. Current flow means flow of electrons. So each electron is moving in the magnetic field. So it will experience force. F equal to നമ്മൾ പഠിച്ചേ QV cross B, അല്ലേ? അപ്പൊ V cross B ആണ്. This is the force acting on one electron. ശരി, എന്നാ എഴുതിക്കോളൂ. നോക്കിക്കോളെ, ലെറ്റ് small n equal to number of electrons per unit volume. Okay, number of electrons per unit volume. Number of electrons per unit volume small n വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ക്യാപിറ്റൽ N, സ്മോൾ n ഈക്വൽ ടു n by വോളിയം, n equal to small n into volume. L ക്രോസ് സെക്ഷൻ ആണുള്ളത്. ലൈക്ക് ഈ കണ്ടക്ടർ നീളത്തിലാണ് L ആണ്. when the area of cross section A ആണ്. area of cross section A ആണ്. so volume equal to N into volume equal to A into L. isn't it? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ഫോഴ്സ് എഴുതാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ ടോട്ടൽ ഫോഴ്സ്. ഇത് ഒരു ഇലക്ട്രോണിന്റെ മുകളിലുള്ള ഫോഴ്സ് ആണ്. F equal to EV cross B. അങ്ങനത്തെ എത്രയുണ്ട്? ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ടോട്ടൽ ഫോഴ്സ് F equal to N into small f, that is equal to N into EV cross B. N is small n into A into L into E V cross B. ആ V ആരാ? അവിടെ V ആരാ? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ എന്താ വിളിച്ചത്? അതെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആയിരുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ എനിക്ക് എങ്ങനെ എഴുതാം? NEAV
L cross B എന്ന് എഴുതാം. Isn't it? NEAV was equal to I, but I equal to what? NEAV. പഠിച്ചു നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ I equal to NEAV. So the force equal to IL cross B. IL cross B. ഇതാണ് ഇതിൻ്റെ വെക്റ്റർ ഫോം. Or F equal to BIL sin theta. IL cross B എന്ന് പറഞ്ഞാൽ BIL sin theta. F equal to BIL sin theta. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ ഡിസ്കഷൻ ഓഫ് റിസൾട്ട്. ഡിസ്കഷൻ ഓഫ് റിസൾട്ട്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയാണ് വിചാരിക്കുക. ഓക്കെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ തീറ്റ എത്രയായി? 0 ആയി. സോ എഫ് ഈക്വൽ ടു BIL സൈൻ 0 ഈക്വൽ ടു 0. എന്താ അതിൻ്റെ അർത്ഥം? മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടറിനെ പാരലായിട്ട് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്. ഓക്കെ, ഇനി see, there is a magnetic field like this. Suppose the conductor is placed like this. അവിടെ എത്രയാ? theta equal to what? 90 degree. So F is equal to BIL sin 90. That is equal to BIL. അതാണ് ഫോഴ്സിന് പറ്റാവുന്ന മാക്സിമം വാല്യൂ. ഇനി ഒരു സിറ്റുവേഷനും കൂടി വേണമെങ്കിൽ പറയാം. ഒന്നല്ല, എത്ര സിറ്റുവേഷനും പറയാം. ഇപ്പം ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ചിരിക്കുന്നത് കറണ്ട് ക്യാരി അങ്ങനെ അങ്ങോട്ടാണ് വിചാരിക്കുക. സോ തീറ്റ എത്രയാവും? തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. സോ 180 സൈൻ 180 ഈസ് 0. സോ എഫ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 0. അപ്പൊ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ പാരലായിട്ടോ ആന്റി പാരലായിട്ടോ വെച്ചാൽ ഫോഴ്സ് 0. ആൻഡ് ദ ഫോഴ്സ് വിൽ ബി മാക്സിമം when the conductor is carrying current in the perpendicular direction. Iനി what is the direction of it? ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? വെക്ടർ ഫോം പറയുന്നു F equal to IL cross B. ഇവിടെ വെക്ടർ ഇടണേ. അപ്പൊ L cross B ന്റെ ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉണ്ടാവുക. L cross B. L ന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷനാണ്. അപ്പോൾ വീണ്ടും പറയാണ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? L cross B കാണാൻ എല്ലിൽ നിന്ന് ബിയിലേക്ക് വിരലുകൾ വളയ്ക്കുമ്പോൾ തമ്പ് തരുന്നതാണ് L cross B ഡയറക്ഷൻ. L അങ്ങോട്ടാണ്, B ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് L cross B കിട്ടുക. ശരിയല്ലേ? ആദ്യത്തെ കറക്റ്റ്. L cross B. സോ എഴുതി വെച്ചോളൂ. The direction of the force can be found using screw rule or right hand rule. Curl the fingers of right hand from the direction of L to the direction of B. Then thumb will give the direction of force. Thumb will give the direction of force. Okay? ഇനി ഒരു സ്പെഷ്യൽ കേസാണ്. ഒരു സ്പെഷ്യൽ കേസ്. എന്താ കേസ്? ഇപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വെച്ചാൽ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ അപ്പോൾ മാത്രമേ പറ്റുള്ളൂ കേട്ടാ. മറ്റെപ്പോഴും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ എപ്പോഴും പറ്റും. ഇപ്പം ഇങ്ങനെ ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഇങ്ങനെയാണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താ സ്ഥിതി? കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ്. ഇതെങ്ങനെ വെക്കുമ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇങ്ങനെ വെക്കുമ്പോൾ
ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഫാദർ, മദർ, ചൈൽഡ്. ചൈൽഡ് കറണ്ട്, മദർ മാഗ്നറ്റിക് ഫീൽഡ്, ഫാദർ ഫോഴ്സ്. ഇതൊക്കെ സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, എല്ലാം കൂടെ പൂട്ടി വെക്കുക, എല്ലാം കൂടെ തുറന്ന് തിരിച്ചു വിളിച്ച് കളിക്കണ്ട. ആദ്യം എല്ലാം കൂടെ പൂട്ടി വെക്കുക, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് തുറക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക്. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് നടുവരൽ തുറക്കണം. ഓക്കെ, കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് നടുവരൽ തുറന്നു, കറക്റ്റ്. ഇനി ഫോഴ്സ് തുറന്നാൽ മതി. ഫോഴ്സ് ഈസ് അപ്വേർഡ്സ്. അപ്പോൾ ഇവൻ്റെ മേലെ, ഈ കണ്ടക്ടറിൻ്റെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സ് മേലേക്കായിരിക്കും. ഇനി സപ്പോസ് ഇങ്ങനെയാണ് ഫോഴ്സ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറുള്ളത്. ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറുള്ളത് വിചാരിക്കുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർട്സ്, കറക്റ്റ്. ഇനി കറണ്ട് എങ്ങോട്ടേക്ക് പോകണം? മേലോട്ടേക്ക് പോകണം. കറണ്ട് മേലോട്ടേക്ക് പോകാൻ വേണ്ടി വിരൽ തുറക്കണം. അപ്പം ഇങ്ങനെ തുറക്കണം. മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റാണ്. ഇനി കറണ്ട് മേലോട്ടേക്ക് കിട്ടാൻ വേണ്ടി വിരൽ തുറക്കണം. അപ്പോൾ ഇവൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ അവൻ ഇങ്ങോട്ടേക്കാണ് ഇവൻ്റെ മുകളിലുള്ള ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, എന്നാൽ ഇവിടെ ഇതും കൂടി ചെയ്ത് നോക്കാം. ഇതാ ഇവൻ്റെ മേലെന്താ ഫോഴ്സ് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്, ശരി. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക് അതിങ്ങനെ തന്നെ തുറന്നാൽ മതി, കറക്റ്റ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴെ കിട്ടി, ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ നമുക്ക് ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. പക്ഷേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിന് മാത്രമാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏത് സിറ്റുവേഷനും നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. എൽ ക്രോസ് ബിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലാവണല്ലേ? ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ശരി.